പ്രിയപ്പെട്ട അധ്യക്ഷൻ നമ്മുടെ എംഎൽഎ പ്രസിഡന്റിനകത്ത് സ്വാഗതം ചെയ്യാൻ ശ്രീ വനിതാദിനെ സംബന്ധിച്ചിടത്തോളം ശ്രീ കണ്ണൻ മറ്റ് വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ സഹോദരന്മാരെ സഹോദരന്മാരെ സുഹൃത്തുക്കളെ, വനിതാദിനത്തിൻ്റെ പ്രാധാന്യമുള്ള പറഞ്ഞവരുടെ സംബന്ധിച്ചിടത്തോളം പക്ഷെ അത് മാത്രം നമ്മൾ വനിതകൾ ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് ഇതിൻ്റെ ഉദ്ഘാടനം വിളിക്കാൻ ആരാണ് പുരുഷനെയാണ് വിളിക്കുക. ഇതിൻ്റെ ഉദ്ഘാടനം നടത്താൻ ഉദ്ഘാടകനും പുരുഷനാണ്. അത് ശരിയായില്ല നിങ്ങളിതിൻ്റെ നിങ്ങളുടെ അധികാരങ്ങളും നിങ്ങളുടെ അവകാശങ്ങളും നേടിയെടുക്കുന്നതിൽ എവിടെയോ കുറവ് വന്നിട്ടുള്ളത് ഇപ്പോഴും പുരുഷനെ കൊണ്ടുപോയി മുകളിൽ വയ്ക്കുന്ന ഒരു ഏർപ്പാടാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് പുരുഷൻ എന്തൊരു വനിതയിലെ ഉദ്ഘാടനത്തിൽ വിളിക്കുന്നത്. ഞാനത് വിളിച്ചപ്പോൾ പറഞ്ഞു എന്നതിൻ്റെ ഉദ്ഘാടനം നടത്താനല്ലാതെ കുട്ടിയെ നോക്കാൻ അമ്മയുടെ കൊടുക്കാൻ പാടുള്ളൂ, നേഴ്സിൻ്റെ ഡോക്ടറെ കൊടുക്കാൻ പാടില്ല. നൊന്ത് പ്രസവിച്ച അമ്മയ്ക്ക് വേദന അറിയുള്ളൂ. അതുകൊണ്ട് എന്നത് ഉദ്ഘാടനം ചെയ്യേണ്ടത് എങ്ങനെയാണ്? പോട്ടെ, ഞാനതിലേക്ക് പറയുന്നില്ല. നമ്മുടെ ഭരണഘടന നിങ്ങൾ കാര്യങ്ങൾ പഠിച്ച് ദുഃഖം പറയണം. നമ്മുടെ ഭരണഘടന സ്ത്രീകളുടെ മൗലികാവകാശങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഞാനിതൊക്കെ സംസാരിക്കാൻ സമയമില്ലാത്തത് സമത്വത്തിനുള്ള അവകാശം, ജീവിക്കാനുള്ള അവകാശം, ചൂഷണത്തിൽ നിന്നുള്ള സംരക്ഷണം, പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സംരക്ഷണം, സ്ത്രീകളുടെയും പെൺകുട്ടികളും അനുമതിയില്ലാതെ ബാധിക്കുന്ന നിർബന്ധിത തൊഴിൽ ഭാരവേല, വിദ്യാഭ്യാസ സാംസ്കാരിക വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, തുല്യത, പൊതുസ്ഥലങ്ങളിലെ വിവേചനത്തിനെതിരായ അവകാശം, ഇങ്ങനെ ഭരണഘടനയിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് എന്താണെന്ന് ഞാനതിൻ്റെ കോപ്പി തരാം, നിങ്ങളെല്ലാവരും വായിക്കണം കേട്ടോ. ഞാനത് സമയമില്ല. ഇതൊന്ന് വായിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അവകാശം എന്നതാണെന്ന് ചോദ്യം ചെയ്യാനുള്ള, കുട്ടി കരയുന്ന പോലെ കരയാനുള്ളൊരു മനസ്സ് നിങ്ങൾക്ക് പൊങ്ങി വരട്ടെ. നിങ്ങളുടെ അവകാശം എന്താണ്? ഈ ഭരണഘടന 76 കൊല്ലം കഴിഞ്ഞ് 77ാമത്തെ കൊല്ലമാണ് ഭരണഘടന. ഇപ്പോഴും നമ്മളെവിടെ എത്തിയിട്ടില്ല. ഭരണഘടനയിൽ പറഞ്ഞ ഒരു വാചകത്തിൽ നമ്മളെവിടെ എത്തിയിട്ടില്ല എന്നുള്ള സങ്കടം കൊണ്ട് ഞാൻ പറയുന്നു. ഈ ഗവൺമെൻറ് വന്ന ശേഷം ഏറ്റവും വലിയ ഒരു സംഭവം നടത്തിയിട്ടുണ്ട് വനിതകൾ. എന്താണെന്നൊന്ന് പറയുവാണെങ്കിൽ പറയില്ല. എന്താ നടന്നത്? കുറച്ച് ദിവസത്തിന് മുമ്പ് സുരക്ഷാ പെൻഷൻ 1000 രൂപ കഴിഞ്ഞ മാസം വനിതാ നയം രൂപീകരിച്ചിട്ട് ആരെങ്കിലും അറിഞ്ഞോ? ഈ ഗവൺമെന്റ് 2 ക്യാബിനറ്റിന് മുമ്പിൽ വനിതാ നയം രൂപീകരിച്ചിട്ട് ആരെങ്കിലും കണ്ടോ, അറിഞ്ഞോ? നിങ്ങളുടെ സംരക്ഷിക്കാനുള്ള അവകാശമുള്ള നിങ്ങളുടെ അവകാശങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അത് സംരക്ഷിച്ചത്. ആരെങ്കിലും അറിഞ്ഞോ? ഓഫീസർമാർ അറിഞ്ഞോ? നിയമസഭ ഐക്യമാണ് പാസാക്കി അറിഞ്ഞില്ല. ഇതിലാണ് എങ്ങനെയാവും അതില് ഇതാണ് വരുന്നത്. നിങ്ങളെല്ലാവരും നെറ്റിൽ നോക്കുക. അത് ഒരു കോപ്പി എടുക്കണം. നിങ്ങൾ കാശ് കൊടുത്ത് മേടിക്കണം, എന്നാലേ അത് വായിക്കുള്ളൂ. അല്ലെങ്കിൽ അത് വെറുതെ അവിടെ ഇടും. അത് മേടിച്ച് വായിക്കണം. നിങ്ങളെല്ലാവരും വായിക്കണം. എന്നാലേ നിങ്ങളുടെ അവകാശം എന്താണ്, നിങ്ങളുടെ ഇത് എന്താണെന്ന് നിങ്ങൾക്കറിയുള്ളൂ. എനിക്കതാണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഇത് വായിക്കണമെങ്കിൽ, ഇത് വായിച്ച് പഠിക്കണമെങ്കിൽ 1 മണിക്കൂർ വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ അവിടേക്ക് കണക്കുന്നില്ല. പ്രധാനപ്പെട്ട ചില പോയിന്റ്സ് പറയാം. നയങ്ങൾ അംഗീകരിച്ചതാണ്. കേരള ഗവൺമെൻറ് അംഗീകരിച്ചാണ്. വനിതാ ദിനത്തോടനുബന്ധിച്ച് നമ്മൾ അംഗീകരിച്ച് ഇന്ത്യയിൽ തന്നെ ആദ്യം അംഗീകരിച്ചതാണ്. സ്ത്രീ സംരക്ഷണ നിയമങ്ങളുടെ പഴുതുകൾ പരിശോധിച്ചുകൊണ്ട് ഭേദഗതികൾ സമർപ്പിക്കാനും പുതിയ നിർദ്ദേശങ്ങൾക്ക് രൂപം നൽകാനുമായി നിയമജ്ഞർക്ക് ഭൂരിപക്ഷമുള്ള ഒരു സമിതി രൂപീകരിച്ച് ഭേദഗതി ശുപാർശകൾ സർക്കാരിനെ സമർപ്പിക്കാനാണ്. ഇപ്പോൾ കേസ്
വിട്ടുപോകുന്ന കേസുകളുടെ അതിൻ്റെ പഴുതുകൾ എങ്ങനെയുണ്ട്? ഗാർഹിക പീഡനം വന്നാൽ കേസ് വിട്ടുപോകുന്നുണ്ട്. അതിൻ്റെ പഴുതൊക്കെ മനസ്സിലാക്കി അത് അടയ്ക്കാൻ സ്ത്രീകളുടെ തന്നെ ഒരു കമ്മിറ്റി വെച്ച് അതിൻ്റെ നിയമത്തിൽ ഏതൊക്കെ ഭേദഗതികളുണ്ട് വരണം പറഞ്ഞിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട്. അത് നല്ലതല്ലേ? അപ്പോൾ നല്ലതാണ്. കുടുംബ കോടതികൾ സ്ത്രീബോധമാണെന്നും അവ ഫലപ്രദമായി പ്രവർത്തിക്കാൻ ആവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്നും ഉറപ്പുവരുത്തും. കുടുംബ കോടതിയിൽ വിഷയം വന്നിരുന്നാലോ? അപ്പോൾ കുടുംബ കോടതിയിലുള്ള സ്ത്രീ സൗഹാർദ്ദം അവർക്ക് ഇരിക്കാൻ സൗകര്യങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ് അതിൻ്റെ. സ്ത്രീകൾക്കും കുട്ടികൾക്കും സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ സംബന്ധിച്ച നിയമസാക്ഷരത ലഭ്യമാക്കണം. സ്ത്രീകൾക്കും കുട്ടികൾക്കുള്ള നിയമം എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ നിങ്ങൾക്കറിയോ? കുട്ടികൾക്കും സ്ത്രീകൾക്കുള്ള നിയമസംരക്ഷണം. അപ്പം അതിനൊരു സെമിനാർ നിങ്ങൾ സംഘടിപ്പിക്കണം. പ്രത്യേകിച്ച് നിയമം ഇതിൽ അംഗനവാടി തൊഴിലുറപ്പുകാർ ഇവർക്ക് എല്ലാവരും അതിൽ പങ്കെടുത്തുകൊണ്ട് അവരുടെ അവകാശം എന്താണെന്നുള്ളത് പഠിക്കാനുള്ളത് അത് MLA തന്നെ നേതൃത്വത്തിൽ കാലത്ത് തന്നെ തുടങ്ങുന്നതാണ് എനിക്ക് അഭിപ്രായം. വിദ്യാഭ്യാസ മേഖലയിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും നിയമാവബോധം നൽകാനുള്ള നടപടികൾ കൂടുതൽ ശക്തിപ്പെടുത്തണം. ഞാനിവിടെ ഇരിക്കുന്ന ഓഫീസർമാർക്ക് അതിൻ്റെ സ്ത്രീകളുടെ നിയമമൊക്കെ അറിയും. പഠിച്ചിട്ടില്ല. അത് നിങ്ങളെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ക്ലാസ് ഉണ്ടായിരുന്നില്ല. 77 കൊല്ലം കഴിഞ്ഞ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഈ ക്ലാസ് എടുക്കാൻ പോകണം. നമ്മൾ അവർക്കൊരു ബോധം അവരുടെ വന്നിട്ടില്ല. ഇപ്പൊ നേരത്തെ എന്നാൽ അത് പറഞ്ഞപ്പോൾ സ്ത്രീരക്ഷ നിയമങ്ങളുടെ പഴുതുകൾ പരിശോധിക്കുന്നതിന് എന്ന് പറഞ്ഞു. എന്തൊക്കെയാ പഴുതുകൾ എന്ന് പറഞ്ഞിട്ട് കൗമാരക്കാർ, ഗർഭിണികൾ, ലൈംഗിക പീഡനത്തിലെ അതിജീവിതങ്ങൾ, ഉപേക്ഷിക്കപ്പെട്ട അഗതികൾ, രോഗം മൂലം സാമൂഹ്യ ബഹിഷ്കരണം നേടുന്നവർ എന്നിവരുടെ പരിരക്ഷയ്ക്കും പുനരധിവാസത്തിനും വേണ്ടി സ്വീകരിച്ചു വരുന്ന നടപടികൾ ത്വരിതപ്പെടുത്തും. ക്യാബിനറ്റ് അംഗീകരിച്ചാണ് രണ്ട് ക്യാബിനറ്റ് ഉണ്ടാവും. അത് അംഗീകരിച്ചു. നിയമങ്ങളെല്ലാം ഘട്ടഘട്ടമായി ജെൻഡർ ഓഡിറ്റിങ്ങിന് വിധേയമാക്കും. നിയമങ്ങൾ അത് ശരിയായി നടക്കുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായ ഓഡിറ്റിങ്ങിന് വിധേയമാക്കും. വിവാഹ രജിസ്ട്രേഷൻ നടത്തുമ്പോൾ തന്നെ വിവാഹത്തോടനുബന്ധിച്ച് ലഭ്യമായ സ്വത്ത് വിവരങ്ങൾ, സമ്മാനങ്ങൾ മുതലായവയുടെ വിശദ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിന് നിർബന്ധമാക്കിയുള്ള നിയമഭേദഗതി സാധ്യതകൾ പരിശോധിക്കും. കല്യാണം കഴിഞ്ഞ് കിട്ടിയത് എന്തൊക്കെയാണ്, എന്താ സ്വത്ത് എന്തൊക്കെയാണ്, അവരുടെ വീട്ടിലെ സ്വത്ത് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ അവർക്കും അവകാശപ്പെട്ടതാണെന്നുള്ള രീതിയിൽ നിയമനിർമ്മാണം നടത്താനാണ് പരിപാടി. ആർഭാട വിഭാഗത്തിന് ആഡംബര നീതി ഏർപ്പെടുത്തുന്നതിന് നിയമനിർമ്മാണം നടത്തുന്നതിന് സാധ്യതകൾ പരിശോധിക്കും. എന്താ ആർഭാടം? എന്താ നമ്മുടെ നാട്ടിലൊരു കല്യാണം നടത്തുമ്പോൾ കാണിക്കുന്നത്? ആ കുടുംബം അതോടുകൂടി നയിച്ചില്ലേ? ഒരു കല്യാണത്തിനുള്ള ഹാളിൻ്റെ ബുക്കിംഗ്, ഈ ഹാളിന് എത്ര ബുക്കിംഗ് വേണം? ഒരു കല്യാണത്തിന് ആളിനെ വിളിക്കൽ നിർമ്മാണം. എന്താ ഒരു 25 ആളോ 50 ആളോ വെച്ചിട്ട് കല്യാണം നടത്തിക്കൂടെ? സ്വർണത്തിന്റെ പ്രേമം ആർക്കാണ്? നിങ്ങൾക്കാണ്. ഞാൻ സ്വർണം ഉണ്ടാക്കാൻ വേണ്ട. ആ സ്വർണത്തിന് ഒരു നിയന്ത്രണം കൊണ്ടുവരട്ടെ. ഒരു 5 പവനിലെ മീതെ കൂടുതൽ ആർക്കും വെക്കാൻ പാടില്ല എന്നുള്ള അധികാരം കൊണ്ടുവരട്ടെ. എന്ത് തന്റെ കുടുംബവും എല്ലാം വിറ്റിട്ടാണുള്ള കുടുംബത്തിന് വേണ്ടി. അത് നിങ്ങളാണ് ഉയർത്തേണ്ടത്. പ്രത്യേകിച്ച് പെൺകുട്ടികൾ സ്വർണം വിടില്ല എന്നുള്ള ഒരു തീരുമാനം ഉണ്ടാകട്ടെ. ഒരു ചിരിക്കുന്നുണ്ട് അത് പറയുമ്പോൾ. ഞാനത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു ഭ്രാന്ത് ഉണ്ടാക്കിയിട്ട് സ്വർണത്തിന് വേണ്ടി കാണിക്കുന്ന കട്ടകാസം എന്താണ്? എന്തിനാണ് ആ സാധനം? സ്വർണം കൊണ്ട് എന്താ ഉപയോഗം? ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ഒരു സൂചി ഉണ്ടാക്കാൻ പറ്റുമോ? ഒരു നൂൽ തൂൽക്കാനുള്ള സൂചി ഉണ്ടാക്കാൻ പറ്റുക? ഒരു സാധനവും ഒരു ഉപകാരമില്ലാത്ത ഒരു സാധനത്തിനെ വെറുതെ വരച്ച് വെക്കുകയാണ്. അതിന് ഏറ്റവും പ്രധാന കാരണക്കാരറിയോ? ആരാണ്? സ്ത്രീകളല്ലേ. അപ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു ബോധവൽക്കരണം നിങ്ങൾ നടത്തണ്ടേ? സ്വർണം ഞങ്ങൾ ഉപയോഗിക്കില്ല എന്നുള്ളൊരു തീരുമാനം എടുത്തണ്ടേ? നിങ്ങൾ വെച്ചു ഒരു 2 പവനൊക്കെ വെക്കാം. അതിന്റെ മീതെ വെക്കുന്നതിന് എന്താ ഒരു 2 പവന്റെ വില എന്താണെന്ന്? ഇന്നെന്താ വില? എത്ര? 70 രൂപ 80 രൂപ
അപ്പൊ ഇതിനെതിരായിട്ടുള്ള നിങ്ങളൊന്ന് വിചാരിച്ച സ്വർണ്ണ ഇപ്പോൾ താഴും. അവിടെ ഇരിക്കുന്നവരെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ സ്വർണ്ണം ഉപയോഗിക്കില്ല, അത് തീരുമാനം എടുത്താൽ മതി. അപ്പൊ അത് നടത്തണം. വിവാഹങ്ങൾ നിയമപരമായി പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമാക്കിയുള്ള വ്യവസ്ഥകൾ സാധ്യതകൾ പരിശോധിക്കുന്നു. പഞ്ചായത്തിൽ കൊണ്ടും അല്ലാണ്ട് കല്യാണം കഴിഞ്ഞാൽ അംഗീകരിക്കില്ല എന്നുള്ളത് നിയമത്തിൽ പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വിവാഹ അപൂർവ കൗൺസിലിംഗ് നിർബന്ധമാക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കും. വിവാഹത്തിന് മുമ്പ് തന്നെ കൗൺസിലിംഗ് നടത്താൻ തീരുമാനമെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛനും അമ്മൻ്റെയും നിർബന്ധമോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും നിർബന്ധം കൊണ്ട് കല്യാണം കഴിക്കുന്ന ഒരവസ്ഥ ഉണ്ടായോ എന്നുള്ളത് പരിശോധിക്കണം. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം നടന്നതിന്റെ നിലവിലുള്ള സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തും. ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ പോയാൽ അവിടെ ആരാ കൈകാര്യം ചെയ്യണം? സ്ത്രീകളുടെ പ്രശ്നം കൈകാര്യം ചെയ്യാൻ പുരുഷന്മാരാണ് അവിടെ ഇരിക്കുന്നത്. അതിനുള്ള സംവിധാനം ഉൾപ്പെടെ എല്ലാം മാറ്റുന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. പെൺകുട്ടികൾക്ക് സ്വയം പ്രതിരോധ പരിശീലനം നൽകുകയും അവർ സുരക്ഷിതമാക്കാനുള്ള സ്വയത്തമാക്കാനുള്ള സൗകര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും. കളരിപ്പയറ്റ്, ജിമ്മ്, ജൂഡോ ഒക്കെ പഠിപ്പിക്കാൻ സ്വയം അവർ തന്നെ ആത്മരക്ഷാർത്ഥം പഠിക്കാൻ സ്കൂളിൽ തന്നെ അങ്ങനെയുള്ള പ്രായോഗികമായ പരിശീലനം നടത്തുന്നതാണ് ചെയ്യണമെന്നാണ് പറയുന്നത്. സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പോലീസ് വകുപ്പിൽ സ്ത്രീകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള സാധ്യത പരിശോധിക്കും.